ക്ലാരിറ്റി പോയിട്ട് അറിയിക്കും. ഹായ്, നമ്മുടെ ഈ ചാനൽ അടുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ടി വി തൈര് ശബ്ദം കുഴപ്പമില്ല, തൈര് കൊടുക്കണ്ടോ നിങ്ങളെ കുറച്ച് ശബ്ദം കുറച്ച് മക്കളെ കുറച്ച് കുറച്ചല്ല. അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായിട്ട് വീട്ടിട്ടിട്ട് എൻ്റെ ഈ ഒരു മാസത്തെ എൻ്റെ വീഡിയോ നോക്കിയാൽ കാണാം. ഞാൻ സ്ഥിര വീഡിയോ ഇടുന്നതാണ്. സ്ഥിരം മാസത്തിലേക്ക് തോന്നുന്നു ഒരു 26 വീഡിയോ ഞാൻ ഇടുന്ന ഒരാളാണ്. പിന്നെ അതിൽ എന്തെങ്കിലും എമർജൻസി കേസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമായിരിക്കും ഞാൻ വീഡിയോ ഇടാണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും പരമാവധി എല്ലാ ദിവസവും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അക്കൗണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ആദ്യം ഇതുവരെയൊക്കെ നോക്കിയാൽ അറിയാം. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഇടാണ്ടാകുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ എൻ്റേതായ കുറേ തിരക്കിലാണ്. കുറേ തിരക്കും കുറേ ഓട്ടപ്പാച്ചിലുള്ളിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ പൊന്നുവിട്ട ഒരു വീഡിയോയുടെ ഇടയിൽ ഒരുപാട് കമൻറ്റുകൾ കണ്ടുകൊണ്ടാണ്. ഒരുപാട് കമൻറ്റ് കണ്ടത് അമ്മയ്ക്ക് ഭക്ഷണം വെച്ച് കൊടുത്തൂടെ, അമ്മയ്ക്ക് ഇവിടെ ഒന്നുകൂടെ അമ്മേൻ്റെ അടുത്തുനിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊന്നു പറഞ്ഞു, പൊന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ പോരെ, ഇവിടെ നിന്നോ. അപ്പം ഞാൻ പൊന്നിനോട് പറഞ്ഞിട്ടുണ്ട്, പൊന്നോട് നിൽക്കേണ്ടത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അറിയാത്ത കാര്യം ഒരു കാര്യം പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് റെസ്റ്റിന് വയ്യാപ്പോൾ ഞാൻ പൊന്നു റെസ്റ്റ് എടുത്ത പണിയെടുക്കരുതാണ്. ഞാൻ പൊന്നോട് ഞാൻ ഫുഡ് ഉണ്ടാക്കാം, നിങ്ങൾ അത് കഴിഞ്ഞാൽ വിളിക്കുമ്പോൾ ഒന്ന് എടുത്തു കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇതായപ്പോൾ പിന്നെ അല്ലേ നമ്മുടെ ഞങ്ങൾ വീട്ടിൽ പോലും ഞങ്ങൾക്കും ഫുഡ് വയ്ക്കാൻ പറ്റാത്ത സാഹചര്യം. ഞങ്ങളും വീട്ടിൽ ഫുഡ് ഞങ്ങൾ ഒരു നേരമൊക്കെ ഞങ്ങൾ കഴിച്ചത്. നിങ്ങൾക്ക് ഫുഡ് കഴിച്ചു കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഒരു നേരം ഫുഡ് കഴിച്ചിരുന്നു. എന്താ വെച്ചാൽ നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഷോപ്പ് ഇപ്പോൾ സമയം 6 മണിക്കാണ് ഞങ്ങൾ ഉച്ചത്തെ ഫുഡ് കഴിക്കുന്നത്. സമയം എത്ര 6 മണിയില്ലേ? 6 ഞങ്ങൾ നോളെ പറയില്ല, ഇത് കാണും 6 സമയത്ത് ഇങ്ങനെ പിടിച്ചടക്കത്താറ, ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് അതിൻ്റെ കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. സത്യസന്ധമായിട്ട് എന്ത് ചെയ്തിട്ടും കാര്യമാണ് ഉറപ്പായി. അപ്പോൾ 6:30 ഞാൻ എന്നോട് വന്ന് ഭക്ഷണമൊക്കെ ഉച്ചത്തായിട്ട് പാലൊക്കെ കറങ്ങി 2ആയിട്ടൊക്കെ ആൾക്കാരെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖത്തൊക്കെ എന്നെ അറിയണവർക്ക് എൻ്റെ സ്ഥിരം കാണുന്നവർക്ക് എൻ്റെ മൊത്തത്തെ ക്ഷീണം. അപ്പോൾ നമ്മുടെ ഷോപ്പ് ഇടുന്നതിന് നമ്മുടെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ വെച്ചിട്ടല്ല നമുക്കൊരു ഷോപ്പ് തുടങ്ങുന്നത്. നമ്മൾ പലവരുടെയും പലിശക്ക് എടുത്തിട്ടും നമുക്ക് എന്തായാലും ഒരു ജോലി വേണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു കമൻറ്റ് കണ്ടായിരുന്നു കേട്ടോ, ഇതന്നെയല്ല കേട്ടോ. പിന്നെ ഇവിടെ അമ്മയ്ക്ക് ക്രൗഡ് കിച്ചൻ പോലെ നടത്തിയുടെ അച്ഛന് ഒരു വണ്ടി ഓടിക്കാൻ പോകൂടെ. അച്ഛന് വണ്ടി ഓടിക്കാൻ പോയിച്ചാൽ അച്ഛനതിൽ പുറമത്തെ വണ്ടികളൊന്നും എടുത്ത് ഓടിക്കാൻ അച്ഛന് ടെൻഷനാണ് നാട്ടിൽ. എന്നിട്ട് അച്ഛൻ ഞങ്ങളുടെ വണ്ടിയിൽ 60 സ്പീഡിലൊക്കെ അച്ഛൻ പറഞ്ഞത് ഒതുക്കിയാണ്. അച്ഛന് പേടി കൂടുതലാണ്. അച്ഛന് പേടി ആദ്യത്തെ പേടിയല്ല, അച്ഛന് കുടിക്കുന്നതിന് ശേഷം ഭയങ്കര ടെൻഷനാണ്. അതെന്നോടല്ല, അച്ഛൻ എന്നോട് പലരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വണ്ടി സ്പീഡ് എന്തെങ്കിലും വന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ആ ഒരു ചിന്തയിലാണ് അതിൻ്റെ ടെൻഷൻ. അപ്പോൾ വരാതെ വഴി തങ്ങതൊന്നുമല്ല. അപ്പോൾ വണ്ടി ഓടിക്കാൻ പോയാലും കിട്ടണത് ഒരു 10,000 അപ്പുറം കിട്ടില്ല. ഇപ്പോൾ 10,000 കിട്ടുള്ളൂ നമ്മുടെ വീട്ടിൽ മുന്നോട്ട് കയറണോ പറഞ്ഞു. പിന്നെ ക്ലൗഡ് കിച്ചനോ എന്തോ കിച്ചനൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു എന്നോട് വീട്ടിൽ നിന്ന് പറഞ്ഞു. എത്രയോ വീഡിയോയിൽ ഞാൻ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസുകൾ പറഞ്ഞിട്ടുണ്ട്. എത്രയോ ആൾക്കാർക്ക് അറിയാം എൻ്റെ ശരീരത്തിൽ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. ഞാൻ ഇങ്ങനെ നടക്കണത് ഞാൻ മണിക്കൂർ സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് കുണിക്കുന്നുള്ള 2 പേരും അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ പണ്ടൊക്കെ ഞങ്ങൾ രണ്ടാളും ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചത് സത്യം. ഇതൊന്നാണ് പറഞ്ഞത്. എന്താ വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളോടെ ഒരു 42 വയസ്സുകാരിയായി എനിക്ക് 10 ഓപ്പറേഷൻ്റെ ശേഷത്ത് കഴിഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു 10 ഓപ്പറേഷൻ ഡെലിവറിയോ പ്രസവം നിർത്തുന്ന ഓപ്പറേഷനുകളല്ല ആയിരുന്നത്. ആ ഒരു 10 ഓപ്പറേഷൻ ഒരു സാധാരണ പെണ്ണിൻ്റെ ദേഹത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു അമ്മ ആ ഒരു പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീയാണ്. അപ്പോൾ ആ ആളുടെ ഹെൽത്ത് എത്രത്തോളം ഓക്കെയാണ്. ഇപ്പോൾ ലിവറിന് കംപ്ലൈൻറ്റ് ഇതൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ആരോഗ്യസ്ഥിതി എനിക്ക് 10 മിനിറ്റ് കാല് നിലത്ത് കുത്തി നിന്ന് എനിക്ക് കാലുവേദന ഇന്ന് കാലം നീരാ. അത് ഞാൻ നോക്കിയത് ഇനി എന്താ സുഖമാണ് പുതിയത് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് പോകുന്നത്. അപ്പോൾ അത് എന്നോട് ഒറ്റയ്ക്ക് എനിക്ക് കൊണ്ടു നടക്കണം. ഇപ്പോൾ ഒരു തുണിക്കട വെച്ചാൽ നമ്മളിതിന് മുന്നേ നമ്മൾ തുടങ്ങിയിട്ട് കുറച്ച് സാധനം കാരണമൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. അന്ന് പൊന്നും ഷെബിയും ഞങ്ങൾ 4 കുട്ടിയും കൂടിയിട്ടായിരുന്നു. അപ്പോൾ അവർക്ക് പിന്നെ അവരെ സംബന്ധിച്ച് അവർ യൂട്യൂബിൽ വരുമ്പോൾ ഇൻസ്റ്റയിലായാലും പ്രൊമോഷൻസ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് 3 സൈഡിൽ ഒരു വരുമാനമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു പ്രായം ഉള്ള ഒരാൾക്കാർ യൂട്യൂബ് തുടങ്ങിയ പ്രശ്നത്തിൽ നമ്മളെവിടെ അംഗീകരിക്കപ്പെടാത്ത ആൾക്കാരാണ്. എവിടെ അംഗീകരിക്കപ്പെട്ടില്ല. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏജിലുള്ള കുറച്ച് ആൾക്കാർ നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോ കാണും, അതിൻ്റെ റവന്യൂ കിട്ടുന്ന ആൾക്കാരല്ലാണ്ട് നമുക്കൊരു പ്രൊമോഷൻസോ കാര്യങ്ങളൊന്നും നമുക്ക് വരാറില്ല. വളരെ ചുരുങ്ങി 1-2 പ്രൊമോഷൻസാണ് വരിക. അത് കാശിനൊന്നുമല്ല. ഇപ്പോൾ കൊടുക്കാൻ വിളിക്കും പേരും കാര്യങ്ങളൊക്കെ പ്രൊമോഷൻ കിട്ടുക. അങ്ങനെയാണ് കിട്ടാറ്. കാശോ കാര്യങ്ങളായിട്ടൊന്നും പ്രൊമോട്ട് ചെയ്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് മേടിച്ച കാശിനൊന്നുമല്ല.
ഇപ്രാവശ്യം നിങ്ങൾക്ക് ബേഗ് മേടിക്കേണ്ടത് ആ പ്രൊമോഷൻ അങ്ങനത്തെ കിട്ടി. അതും അങ്ങനെ കിട്ടാറും എനിക്ക് ഒരാളും കിട്ടിയിരുന്നില്ലേ. കഴിഞ്ഞ ആളും സ്റ്റിക്കറാണ് പ്രൊമോഷൻ കിട്ടിയത്. അപ്പോൾ കഴിഞ്ഞ നമ്മൾ കാശ് കൊടുത്തില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ ഏജിന് പിന്നെ അപ്പോൾ ആ സാരി ഈ പ്രാവശ്യം ഞങ്ങൾ ബിസിനസ് ഒറ്റയ്ക്കാണ്. എന്നുവെച്ചാൽ ആർക്കും ഞാൻ നേട്ടോട് നമുക്ക് എന്തായാലും ജോലി വേണം. കുറേശ്ശെ നമുക്ക് ഉള്ളതുകൊണ്ട് വിറ്റിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാം. കിട്ടിയ ലാഭം മതി. നമുക്ക് എല്ലാം ചിലവ് ഒരു 1000 രൂപ നമുക്കായിട്ട് മാറ്റി വയ്ക്കാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ നേട്ടവും അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ഈ കയ്യിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വെച്ചിട്ട് ചെയ്യുന്ന ബിസിനസ് നമുക്ക് ടെൻഷനില്ല. അപ്പം നമ്മളിപ്പോൾ അതല്ലേ കടയിൽ ടൈലിടണം, കാർപ്പറ്റ് വിരിക്കണമെങ്കിൽ 8500 രൂപയും. അങ്ങനെ ഇന്നിപ്പോൾ ഉച്ചോട്ട് ഈ നേരം വരെ ഞങ്ങൾ ഓരോ ടൈലി കടയും ഓരോ കാർപ്പറ്റ് കടയും കയറി ഇറങ്ങിയതും ഇത് റേറ്റ് അറിയും 200 സ്ക്വയർ ഫീറ്റ് അവിടെ ഇരുന്ന് കൂട്ടും. അപ്പോൾ ഇത്ര രൂപ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങും അടുത്തതും ഏറ്റവും വില കുറഞ്ഞ ടൈല് ഏറ്റവും ലോക്കൽ ടൈല് അന്വേഷിച്ചും ഞങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ കുണുക്കന് കുടിക്കുന്ന കാര്യം പോലും ഞങ്ങൾ നോക്കുന്നില്ല. ഭക്ഷണം പോലും ശരിക്കും അവർ കഴിക്കണില്ല. ഒരു നേരേക്ക് കുണുക്കന് കുടിക്കില്ല. ഇവിടെ വെച്ച് പോകും. പക്ഷെ ഞാനും ആരും ഇല്ലല്ലോ. കുഞ്ഞിന് വയ്യ, കുഞ്ഞിന് തലകറക്കം ഛർദ്ദിച്ചിട്ട് കുഞ്ഞിന് റെസ്റ്റ് എടുക്കുക. അപ്പോൾ പൊന്നിന് റെസ്റ്റ് മാത്രമേ വേണ്ട. അപ്പോൾ ഞാനും പക്ഷേ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്ത് കിടക്കുന്നു. ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നെയാട്ടണം. ഞങ്ങളുടെ എല്ലാവരും ഡ്രസ്സ് കഴുകുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കിയതും തന്നെയാട്ടണം. അടിച്ചുടയ്ക്കാൻ മാത്രമൊന്നും കുഞ്ഞുണ്ടായിരുന്നു അല്ലേ. ബാക്കി ഒക്കെ തന്നെയായിട്ടാണ് ഈ വീട്ടിലെല്ലാം കാര്യം. അപ്പം പക്ഷേ ഇപ്പം പണിയെടുത്തപ്പോഴാണ് അമ്മേനെ വിളിക്കാൻ അവൻ. അപ്പോൾ അവർ ഭാര്യ ഭർത്താവ് എന്നുള്ള ലൈഫിൽ ഇപ്പോൾ അവ ആ വീട്ടിൽ പണിയെടുത്ത് അവളെ സെൽഫ് ചെയ്തുകൊണ്ട് എന്താ തെറ്റി. അപ്പോൾ എന്നെ നെഗറ്റീവ് പറയുന്നതിനേക്കാളും ഉപരി നിങ്ങൾക്ക് അത് ചിന്തിക്കാം. ഞാൻ രണ്ടാളും ഒറ്റയ്ക്കുള്ള ലൈഫാണ് ഞങ്ങൾക്ക് ഓക്കെ. അപ്പം എനിക്ക് 2 കുഞ്ഞു മക്കൾ അവരെ ഞാൻ ആരുടെ ഏൽപ്പിക്കും. അവരുടെ കാര്യം നോക്കണേ. ഞാൻ പൊന്നിനോട് എന്ത് കാര്യം ഉണ്ടെങ്കിലും അമ്മേനെ വിളിച്ചോ ഞാൻ വരാം എന്ന് ഞാൻ പൊന്നിനോട് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ എല്ലാ കാര്യം എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. സംഗതി സത്യമാണ്. എനിക്ക് പറയുമ്പോൾ ഞങ്ങൾക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കി വെക്കാറില്ല. ഞങ്ങൾ 2 ദിവസം മാവ് അരച്ച് ഫ്രിഡ്ജിൽ വെച്ച് 2 ദോശ ഉണ്ടാക്കി കഞ്ഞിപ്പുല് അതേതിനും നേരം കഴിക്കുക. അങ്ങനെയാണ് ഞങ്ങൾ തന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പൊന്നിനോട് വെച്ചപ്പോൾ പൊന്നോ പറഞ്ഞ അമ്മ ഫുഡ് ഷെബിയിൽ മേടിച്ചിട്ട് ഞാൻ അയച്ചത് അമ്മ അവിടുത്തെ കാര്യം. അപ്പോൾ എൻ്റെ ഇവിടെ കുളിക്കുമ്പോൾ ബാത്റൂമിൽ പോയതാട്ടോ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് ഫ്രഷ് ടാഗ് അടിക്കണം, അത് അടിക്കണം. അപ്പോൾ ഞാനത് കട്ട് ചെയ്തു. അപ്പോൾ പറഞ്ഞു തന്നിട്ട് കമൻറ്റിനുള്ള മറുപടിയാണ്. ഞങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമല്ല. നിങ്ങളുടെ ഇടയിൽ നിങ്ങളിട്ട് കമൻറ്റ് ഇട്ടിട്ട് ആൾക്കാരിൽ പ്രശ്നം ഉണ്ടാക്കിക്കരുത്. അത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് ഞങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് പോകലും കടയുടെ വർക്കുകളും കാര്യങ്ങളും പിന്നെ ലൈസൻസ് എൻ്റെ പേർക്ക് ലൈസൻസ് ക്യാൻസൽ ചെയ്തിട്ടാണ് പുതിയ ലൈസൻസ്. നിങ്ങൾക്ക് അറിയാലോ മുനിസിപ്പാലിറ്റിയിലും അക്ഷയയിൽ പോയിട്ട് 2 മണിക്കൂറാണ് ഞങ്ങൾ ഇരുന്ന്. ഞാൻ അക്ഷയയിൽ ഇരുന്ന് ഉറങ്ങി. മനസ്സിലായി. അക്ഷയയിൽ പോക്കും നിങ്ങൾക്കറിയില്ല ഒരു കാര്യത്തിന് പിന്നാലെ നടക്കുന്നത്. നമ്മൾ എത്ര ചാല് പിന്നാലെ നടക്കുന്നത് ഒരു കാര്യം ചെയ്ത് കിട്ടണമെങ്കിൽ. അപ്പോൾ അത് ഇപ്പം എൻ്റെ ആധാർ കാർഡ് ഇത്ര നാളൊരു നമ്പർ ഞങ്ങളുടെ നമ്പറിലായിരുന്നു ലിങ്ക് ചെയ്തിരുന്നത്. ഇപ്പം നോക്കിയാൽ പറഞ്ഞാൽ എൻ്റെ നമ്പറിലല്ല. ലാസ്റ്റ് 1075 ഞങ്ങളുടെ നമ്പർ 1078 ലിങ്ക് ആയി കിടക്കുന്നത്. ഞങ്ങളുടെ അങ്ങനെ നമ്പറില്ല. ഇത്ര 10 വർഷം ആധാർ കാർഡ് ഓരോ കാര്യങ്ങൾക്ക് ബാങ്കുകളിൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം. ഇപ്പം ഈ ഒരു പുതിയ കണ്ടുപിടുത്തണ്ടായിരിക്കും. ഇങ്ങനെ ഓരോ നമുക്ക് കാലക്കേടിൻ്റെ ഒരു ഇതായിരിക്കും. പിന്നെ ഭക്ഷണം ഉണ്ടാക്കിക്കൂടെ അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കിയെന്നോടെ ഞങ്ങൾക്ക് പൊന്നിന് റെസ്റ്റ് പറഞ്ഞു റെസ്റ്റ് എടുക്കുക. ഞാൻ പൊന്നിന് ഒരുപാട് ബ്ലീഡിങ് ആയിട്ട് ബുദ്ധിമുട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ പൊന്നിൻ്റെ അടുത്തേക്ക് പോകും. പൊന്നിനെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വയ്യണ്ടായപ്പോഴാണ് ഞങ്ങൾ ഭക്ഷണം വെച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ സാഹചര്യം കൂടി നിങ്ങൾ നോക്കണ്ടേ. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളും നല്ല വായിക്ക് രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ കുറേ ദിവസമായി വീട്ടിൽ നല്ലൊരു ഫുഡ് കുഞ്ഞിനെ വെച്ചു പോകുന്നത്. അവർക്ക് പോലും ഞാൻ ചൊല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. രാവിലെ എനിക്ക് കുളിക്കുന്ന 2 ഗ്ലാസ് കൊണ്ട് കുടിക്കുന്ന ട്യൂഷൻ ഉണ്ടാക്കണം. അതിൻ്റെ ഇടയിൽ ഈ കാര്യങ്ങൾ പോകണം. അതിൻ്റെ ഇടയിൽ ചോറ് വയ്ക്കുന്ന കൂട്ടാൻ വീടടിച്ച് ഉടക്കൽ തിരുമ്പൽ പാത്രം മുകളിൽ തുണി തിരുമ്പൽ. ഞങ്ങളൊരു മനുഷ്യന്മാരാണ്. മനസ്സിലായ അമ്മ വേണ്ട സാഹചര്യമാണ് എല്ലാവർക്കും. ഇപ്പോൾ കുഞ്ഞിനും അല്ല പൊന്നിനൊക്കെ അമ്മ വേണ്ട സാഹചര്യമാണ്. ആണെന്നും ഒക്കെ അറിയാം. അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണ്. അവർക്ക് ഇടയ്ക്കൊക്കെ എടുക്കണ്ടാവും. ഷെബി അവരുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ കുറച്ച് ഇറങ്ങി കാർത്തു നമ്മുടെ അടുത്ത് വന്ന് നിൽക്കും. വല്ലപ്പോഴും ദിവസമൊക്കെ കാർത്തു നമ്മുടെ അടുത്ത് വന്നിട്ട് അത്ര ടൈം അവർക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ പൊന്നിനോടല്ലേ എന്തിനും പറയാണ്ട് അമ്മ ഞങ്ങളൊരു ഭക്ഷണം മേടിച്ച് ഞങ്ങൾക്ക് അയ്യാമ്മ അപ്പോൾ അതവിടെ കഷ്ടപ്പെട്ട് അമ്മ ഉണ്ടാക്കാൻ നിൽക്കേണ്ട ഞങ്ങൾക്ക് പൊന്നു ഇല്ല അങ്ങനെ ഞാൻ പറയാറ്. അതുകൊണ്ടാണ്. അല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയ ദിവസം ഞാൻ ഉണ്ടാക്കിയിട്ട് ഷെബിയോട് വെച്ചിട്ട് കൊണ്ടുപോകും. അതന്നെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ കാശ് ചെലവാക്കി വയ്ക്കാൻ മാത്രം തന്നിരുന്നുണ്ട് കഥ. നിനക്ക് പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. പക്ഷെ നീ ഇതിന് തൊഴിൽ തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് മേടിച്ചു തരാത്തിന്.
പോയി കളിക്കാൻ കളിക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ കുറേശ്ശെ പഠിക്കുവാൻ അല്ലാണ്ട് ഇതാണ് അവസ്ഥ. സത്യം പറഞ്ഞത് ചില സമയത്ത് കരഞ്ഞു പോകും. ചിലപ്പോൾ നമ്മൾ ആരും മനസ്സിലാവും. ജനങ്ങളിങ്ങനെ ആരും മനസ്സിലാക്കാത്ത സമയമുണ്ട് നമുക്ക്. അവനോട് നീ എന്തിനാ ഇത് പറയണമെന്ന് വെച്ചാൽ എനിക്ക് കമൻറ്റുകൾ കാണുമ്പോൾ എന്നിട്ട് തള്ളപ്പടി നോക്കിയ കണക്ക് പറഞ്ഞു. ഞാൻ നോക്കിയ കണക്ക് പറഞ്ഞിട്ട് ആരും എനിക്ക് വരെ ഒരു കൂലി കൊടുക്കുന്നുണ്ട്. ഞാൻ നോക്കിയ കണക്ക് പറഞ്ഞിട്ട് ആരെങ്കിലും 10 രൂപ ഞാൻ ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മക്കളെ നോക്കിയതിൻ്റെ കണക്കിൽ ഞാൻ എൻ്റെ മക്കളെ നോക്കിയതിൻ്റെ കണക്കിൽ അവരങ്ങനെയാണ് വളർത്തിയത്. അവരുടെ അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കണക്കായിട്ട് തോന്നുന്നത് നിങ്ങളെ നോക്കിയിട്ട് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ 2 ദിവസം ഒരു ഷട്ടിൽ വരുന്നുണ്ട്. അവൻ ഞങ്ങളെ ഓർക്കിട്ടെന്ന് പൊറുക്കാൻ തോന്നുന്നില്ല കൊടുക്കുക. ഒരു ഷട്ടിൽ വരുന്നിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അച്ഛനമ്മക്ക് അത് മേടിക്കാൻ അറിയില്ല ഉണ്ണിയെ. അച്ഛനേട്ടൻ മേടിച്ചു കൊടുന്നായിരുന്നു. എന്നിട്ട് 30 രൂപ കൊടുക്കാത്ത കാശ് പോയിട്ട് തന്നെയാണ് 30 രൂപ. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കാശിലുണ്ണി എന്താ വെച്ചാൽ പർച്ചേസിങ്ങും കഴിഞ്ഞ് വന്ന് ഷോപ്പിൻ്റെ നടക്കും എല്ലാം കൂടി നമ്മളോട് പറ്റണ്ടേ. അപ്പോൾ നമുക്ക് ചില സമയത്ത് നമ്മളറിയാണ്ട് നമ്മുടെ കണ്ണുകൾ പറഞ്ഞുകൂടെ നിമിഷം. ഇപ്പം ഞാൻ ഈ ഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോഴേ ലോഗോ ചെയ്യണം, അവിടെ വർക്ക് ചെയ്യണം. നമ്മുടെ കുറേ കാശ് ഇതൊക്കെ പണിക്കാരെ വെച്ചിട്ട് അത് ഇതോ എന്ന് പറയും. അപ്പം നമ്മുടെ കയ്യിലെ കാശില്ല. അപ്പം നമ്മൾ ഓരോ സ്ഥലങ്ങളും വിളിച്ച് ചോദിച്ച് അവിടെ പോയി ഇവിടെ എനിക്ക് ലോഗോ ചെയ്യുമ്പോൾ ഇതിനെ പറ്റിയിട്ട് അറിയില്ല. ഇത് എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയാലോ. ഏജിൻ്റെ അല്ല നമുക്ക് അതിനെ പറ്റിയുള്ള അറിവ് കാരണം എനിക്കും എൻ്റെ ഏട്ടനും ഇല്ല. അപ്പോൾ ഞങ്ങൾ ആരെങ്കിലോടൊക്കെ വിളിച്ചു വെച്ചിട്ടാണ് ഓരോ സ്ഥലത്തേക്ക് പോകുന്നത്, ഓരോ കടകൾ അന്വേഷിച്ച് പോകുന്നത് ഒക്കെ. ഞങ്ങൾക്ക് ഇപ്പോൾ കവറ് ഷോപ്പിൻ്റെ കവർ അടിക്കാൻ പോയപ്പോൾ കവർ 50 കിലോ അടിക്കണം. മാക്സിമം 50 കിലോ ആണ് അടിച്ചുള്ളൂ. നമുക്ക് 50 കിലോ നമുക്ക് നോക്കിയിട്ടല്ല അടിക്കാൻ പറ്റും. 3 രൂപ. അപ്പോൾ അത് അവിടെ വേണ്ട. അവിടെ ഒരു അവിടെ കാര്യം നടക്കണ്ടോ വെച്ചാൽ നടക്കണമില്ല. 50 കിലോ അടിക്കണോണ്ടല്ല, 50 കിലോ അടിച്ചിട്ട് നമുക്കിത് കുറേ കാശുണ്ടെങ്കിൽ അവിടെ കൊടുത്ത് ഏൽപ്പിച്ച് പോരാ. 50 കിലോ അടിച്ചു വെച്ചു വന്നിട്ട് അപ്പം അത് കുറേ കടമ്പകൾ കിടക്കാണ്ട് മക്കളെ. നിങ്ങൾ ഈ പറയണ മാതിരത്തെ ഒരു ജീവിതമല്ല നിങ്ങളിങ്ങനെ പറയണെങ്കിൽ നമുക്ക് ചില സമയത്ത് സങ്കടം വരും. എന്തിനാണ് ഒരു മനുഷ്യൻ അറിയാണ്ട് ഇങ്ങനെ പറയും. എനിക്ക് എന്ത് ക്രെഡിറ്റ് കിട്ടിയിട്ട് ആരൊക്കെ എന്താ കൊടുത്തത് എനിക്കൊരാൾ കൊടുന്നതിന് എനിക്കില്ല. ഞാൻ വീണ്ടും പറയാം, നിങ്ങളുടെ കടങ്ങൾ വീടി കിട്ടിയിട്ട് ദിവസം ജീവിക്കാനുള്ളൊരു വരുമാനം ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൽ അന്ന് നിർത്തും. വേറെ അതിനൊരു തടസ്സമില്ല. സത്യം. ഇത് നമ്മൾ പേടിച്ച് ജീവിക്കുക, മറ്റുള്ളവരെ പേടിച്ച് ജീവിക്കുക, മറ്റുള്ളവരുടെ ചില സമയത്ത് നമുക്ക് നമ്മളെ പിടിച്ചാൽ കിട്ടാത്ത സമയങ്ങൾ കാര്യങ്ങൾ വരും. അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ ജീവിക്കാൻ വേണ്ടി നട്ടോട്ടോടുമ്പോഴേ നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ പതറി പോവുക. ഈ കമ്പനിയോട് കിടപ്പിക്ക് നല്ല വിഷമമായി. ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഈ അച്ഛനും ഞാനും കുറുക്കനും കുണിക്ക് അച്ഛൻ കുഞ്ഞിനോട് ഇങ്ങനെ പൊന്നിൻ്റെ വീട്ടിൽ പോയി നിൽക്കുക. അങ്ങനെ പറ. ഞാൻ ഈ കുഞ്ഞിന് തീരെ വയ്യ. കുഞ്ഞിന് ഛർദ്ദിയും തീരെ ഭക്ഷണം കഴിക്കണില്ല, ഒന്നുമില്ല. കുഞ്ഞ് കെടുപ്പാണ്. ആ കുട്ടീനെ വിളിയിട്ട് അവളുടെ കയ്യിൽ കുട്ടോളെ ഏൽപ്പിച്ച് പോകണമെന്നാണ് ഇപ്പം ഞങ്ങളുടെ സമാധാനം. എന്താ വെച്ചാൽ ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ കുണിക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങൾ പോകുമ്പോൾ അവറ്റല്ല പണ്ട് ബാങ്ക് സൊസൈറ്റി അക്ഷയ പഞ്ചായത്ത് വില്ലേജ് അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടില്ല. നമ്മൾ അവിടെ പോയി മണിക്കൂറാണെങ്കിൽ എനിക്ക് 15 ചെയ്യാം. അപ്പം ഇപ്പോൾ വീട്ടിലെ പണിയോട് കാര്യങ്ങൾ കഴിച്ച് വെച്ചിട്ട് ഞങ്ങൾ പോകുമ്പോൾ ഈ 2 ഇവിടെ ഇരിക്കുമ്പോൾ കുഞ്ഞ് കിടക്കും. അച്ഛൻ ഇരുന്നിട്ട് പിള്ളേർ കണ്ട് TV കണ്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും പിള്ളേർ. അപ്പോൾ അപ്പം അതാണ്. അല്ലാണ്ട് നമ്മളെന്ത് ചെയ്യും, നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് എല്ലാരും നോക്കിയിരുന്ന എന്താണ് ഈ പറയണതിന്റെ കാര്യം മനസ്സിലാവുന്നില്ല. അതാണ് സത്യം പറഞ്ഞത്. ജീവിക്കാൻ മറക്കുക. സത്യം പറഞ്ഞു ഏത് തരത്തിലാണ് എനിക്ക് ഡ്രൈവർ പണിക്ക് പോകാൻ യാതൊരു മടിയുണ്ടായിട്ടില്ല. എന്താ കിട്ടാന്നും കൂടി നിങ്ങൾ കണക്കാക്കി. ഒരു ഡ്രൈവർ എത്ര ആൾക്കാർ ഡ്രൈവർ പണിക്ക് പോയി ഒരു കുടുംബം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേത് 100,000 കാര്യങ്ങളുണ്ട്. അവർ ഡ്രൈവർ പണിക്ക് പോയാൽ നിങ്ങൾ 2 ആളും മാത്രമാണെങ്കിൽ ഞാൻ ഒരു ഡ്രൈവറായിട്ട് പോയാൽ കിട്ടിയ കാശ് കൊണ്ട് നമ്മൾ ജീവിച്ചു. അപ്പം അതല്ലല്ലോ, മക്കൾക്ക് പഠിക്കാൻ തന്നെ ദൈവം സഹായിച്ച് നല്ലൊരു എമൗണ്ട് വരും. അപ്പം നിങ്ങൾ നല്ല സ്കൂളിൽ ഗവൺമെൻറ് അതുപോലെ തന്നെ പറ്റുകയാണ്. നിങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വില കൊടുക്കണേ, കുട്ടികളെ നല്ല സ്കൂളായിട്ട് വീട്ടിൽ പഠിപ്പിക്കുന്നത് അതും കേൾക്കുന്നുണ്ട്. എന്ത് ചെയ്താലും കുറ്റമാണെങ്കിൽ വെച്ചാൽ എന്താ ചെയ്യുക? എന്ത് ചെയ്താലും കുറ്റങ്ങൾ മാത്രം കേൾക്കണേ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പാലിനൊക്കെ കളയുന്നു, ഞാൻ ആരിനൊക്കെ ഇതാക്കുന്നു.
കുഞ്ഞിനെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഒരാളെ കറിഞ്ഞ് മറ്റാളെ ഞാൻ നോക്കണമെന്നില്ല. കുഞ്ഞ് ഇവിടെ വരുന്നുണ്ട്, അത് കുളിക്കാൻ പോകുമ്പോൾ ഞാൻ രാവിലെ ആയിരിക്കും ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ അവർക്കും ഭക്ഷണം കഴിക്കും, അവിടെ വെച്ചേക്കും. കുഞ്ഞെ കഴിച്ചോട്ടാറ് ഞങ്ങൾ ഇവിടുന്ന് പോകും. രാത്രി ആകുമ്പോൾ 5:30 വരാൻ ഞങ്ങൾ എന്ത് ചെയ്യും? ഇന്നലെ കുഞ്ഞിനോട് സൈബറിൽ പോയി വരുന്ന വഴിക്ക് നമുക്ക് ഷോപ്പിങ്ങിൽ കുറച്ച് സാധനം മേടിക്കണം. അപ്പോൾ അത് ലോൺ വഴിയായിട്ട് മേടിക്കണം. അറിയാലോ, ബജാജ് ലോൺ നമ്മുടെ സാധാരണക്കാർക്ക് എന്താ ബജാജ് ലോൺ. അപ്പോൾ അത് മേടിക്കാനുള്ളത്. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വന്നാൽ ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ അച്ചുണ്ണി അല്ലെങ്കിൽ ഷെബിയുള്ളപ്പോൾ ഷെബി ആയിരിക്കും. ഇപ്പം ഇന്നലെ അച്ചു ഷെബി പോകുമ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻ ഇങ്ങനെ അവരോട് വെച്ചാൽ അച്ചു ഉണ്ടായത് കൂടെ. അപ്പോൾ അവരെ വണ്ടിയിൽ കയറി പോയി അവിടെ എന്തെങ്കിലും ആവശ്യം അവർ തന്നെയാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ചെയ്യുന്നത്. നമുക്ക് അറിയില്ല അത് ചെയ്യാറുണ്ട്. നമ്മൾ ഒരു സ്ഥലത്തേക്ക് മാത്രമല്ല, നമുക്ക് വഹിക്കുമ്പോഴും പറ്റണ സമയത്തും നമ്മൾ എല്ലാവരും കൂടെ പോകാറുണ്ട്. നമ്മൾ ഒരാളെയും വേറിട്ടുക എന്താണ് ഈ മനസ്സിലാവാണ്ട്. മനസ്സിലായിട്ടും കാര്യം ചിലർ അങ്ങനെയാണ് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ ഈ കമന്റ് ഇട്ടാൽ ഞാൻ എന്ത് തെറ്റ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു? എനിക്ക് പെറ്റണ പോലെ ഞാൻ എൻ്റെ മക്കളെ നോക്കിയിട്ടുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ മനസ്സ് എനിക്കറിയാം എന്താണെന്നുള്ളത്. ഇപ്പം ഞാൻ ഈ വട്ടെ ഞാൻ എന്നോട് ഇപ്പോൾ നടക്കുമ്പോഴൊക്കെ എൻ്റെ ഇങ്ങനെ ഞാൻ ഹാപ്പി എന്നാ ഞാൻ ഒരുക്കാം. എത്ര ലക്ഷം രൂപയുടെ സാധനം ഞാൻ മേടിച്ച് വെച്ചിരുന്നു. ഇനി ഇത് വിറ്റ് പോകണമെങ്കിൽ ഞാൻ കിടന്ന് ഉരുക്ക എത്രയാണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് ഫാൻ തന്നെ ഞങ്ങൾക്ക് ശരണമാവുമെന്ന് എനിക്കറിയില്ല. അല്ല, ഞാൻ അവസ്ഥ അങ്ങനെയാണ്. അപ്പൊ ആ ഒരുക്കത്തിന് നടക്കണതിന്റെ ഇടയില് എനിക്ക് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പോലും ഞങ്ങൾ ഫുഡ് വെക്കണോ ഉണ്ടാക്കണം. ഒരു നേരം പറഞ്ഞില്ല ഞങ്ങൾ കഴിക്കണത്. രാവിലെ പോയി ഇങ്ങനെ 2-3-4 കുപ്പിന് വെള്ളം നിറച്ച് വണ്ടിയിലേക്ക് അതൊക്കെ ഇന്ന് കുടിച്ച് ഉണ്ടോൾക്ക് എന്തെങ്കിലും വില നോക്കുക ബിസ്ക്കറ്റ് ഉണ്ടാവും ഡപ്പയിൽ. അപ്പോൾ അവർ ബാക്കിൽ നിന്ന് തിന്നുമ്പോൾ അച്ചു കുഞ്ഞിന് പേരേക്കാൾ മുന്നേ ഞങ്ങളുടെ പിന്നാലെ വിറ്റേനും കൊണ്ടുവയ്ക്കും. അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കി ഇഡ്ഡലി എടുത്ത് ഡിക്കിലുണ്ടാക്കി ഡിക്കിൽ വയ്ക്കും. അപ്പോൾ അവരെന്നെ കാസർഗോഡും പ്ലേറ്റൊക്കെ ഉണ്ട്, അവരെന്നെ എടുക്കും, അവരെന്നെ തിന്നും. മണം വരുമ്പോഴേ ഞങ്ങളറിയാം ഫ്രണ്ടിക്ക് ഒരു ഫുഡാണ് ബാക്കിൽ തിന്നുന്നത്. ഞങ്ങളുടെ ജീവിതം അങ്ങനെയായി. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എന്താ ചെയ്യുന്നത്? വല്ലാത്തൊരവസ്ഥ കേട്ടോ. എന്താ പറയുക, മേപ്പട്ടേക്ക് ഒഴിഞ്ഞുണ്ടാക്കി ഇപ്പോഴത്തേക്ക് ഒഴിഞ്ഞുണ്ടാക്കി ഒന്നും ചെയ്യാൻ പാടില്ല. എന്താ ചെയ്യുക? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളിങ്ങനെ കമൻറ്റ് ഉണ്ട്? ഞാൻ ഇങ്ങനെയാണ് പോയി നിൽക്കുന്നത്. ഞാൻ ഇവിടെ പൊന്നിനോട് പൊന്നോ നീ ഇങ്ങനെ പോരവിടെ നിന്നോ. ഞാൻ 2 ആളോട് പറഞ്ഞു പ്രസവിച്ചെടുക്കുമ്പോഴാലും ആ റൂമിൽ കിടക്കയ്ക്ക് മാത്രമേ ചെറിയെന്ന് വെച്ചാൽ കിടക്ക കുറേ വർഷം കഴിയാനും അതിൻ്റെ ഉള്ളിൽ ചകിലൊക്കെ പൊന്തിയുണ്ട്. അപ്പോൾ ഞാൻ പൊന്നിനോടായാലും കുഞ്ഞിനോട് 2 ആളും ഇവിടെ നിന്ന് അമ്മോട് പെറ്റണ പോലെ അമ്മ നോക്കാം. ആ റൂമിലൊരു കിടക്കേനെ മാത്രമുള്ള ആ കിടക്കയോട് മേടിച്ചിട്ടാൽ കുഴപ്പമില്ല എന്നാ. ഇനിയിപ്പോൾ ഈ റൂമിൽ കൊടുക്കണോട് കുഴപ്പമില്ല. ഈ റൂമിൽ കുഞ്ഞിനോട് അച്ഛനോട് കിടന്നാലും അവർ വേണ്ട അച്ഛനും അമ്മയോട് കിടന്നാൽ പൊന്നിനോട് ഷെബിനോട് അച്ഛനും അമ്മയോട് കിടന്നു ഞങ്ങൾ കിടക്കുന്നുണ്ട്. ഞങ്ങൾ ഹാളിലെ താഴത്തോടൊക്കെ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്കത് പക്ഷേ ഇവർ സമ്മതിക്കില്ല. അച്ഛനമ്മയോടന്നു ഞങ്ങളെല്ലാവരും ഈ റൂമിൽ അച്ചു വേണ്ട അച്ചു ഷെബിയും പൊന്നും ഒക്കെ ഇവിടെ അച്ചു അടക്കണം. ചില സമയത്ത് ദിവസമാണെങ്കിൽ അവർക്ക് ആ റൂമിൽ കിടക്കാൻ വരും. ഇത് മുന്നേ കുറേ വർഷം മുന്നേ വെച്ച ഒരു ഏസിയാണ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ കുറേ വർഷം മുന്നേ വെച്ചിട്ടുള്ള ഏസിയാണ് ഈ റൂമിൽ വെച്ചിട്ട്. ആ റൂമിലൊന്നും ഏ സിയില്ല. അപ്പോൾ ചൂടെടുക്കുമ്പോൾ പൊന്നും അച്ചു പൊന്നും കൂടുതൽ അവിടെ നിൽക്കണത് എന്താ വെച്ചാൽ വേറെ ഒന്നുമില്ല. ഇവിടെ വന്നാൽ കിടന്ന് ചൂടെടുത്തിട്ട് അവിടെ കിടന്നാലും ഉറക്കം കിട്ടില്ല. അവൾക്കാകുമ്പോൾ അവളെ നല്ല വീട്, നല്ല വൃത്തിയുള്ള വീട്, നല്ല വലിയ കട്ടിലും കിടക്കും, നല്ല എ സി റൂമും കാരണം ഒക്കെ അവൾക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അവൾ പറയും അമ്മ ഞാൻ ഇവിടെ നിന്നുകൊണ്ടമ്മ എല്ലാവരും കൂടി കിടന്നാൽ സ്ഥല സൗകര്യം ഇല്ലല്ലോ. നമ്മളെന്ത് ചെയ്യുക? നമ്മളെന്ത് പറയണ്ടേ, എന്ത് ചെയ്യണ്ടെന്ന് അറിയില്ല. ഇനി എന്തൊക്കെ ചെയ്താലും കുറ്റങ്ങൾ മാത്രം നമ്മൾ കേൾക്കണ അതിനും പറയില്ല. അത് കേൾക്കാനും ഞങ്ങൾ തയ്യാറാണ്. എനിക്കത് വിഷമില്ല. എന്താ വെച്ചാൽ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ജന്മം കുറ്റങ്ങൾ കേൾക്കാനും 2 ദിവസം ഷർട്ട് പാൻറ്റ് എന്തൊക്കെ കേട്ടോ. അതിന് മുന്നേ എന്താ സാധ്യത ചെയ്യുന്നത്? സൈക്കിള് റിപ്പയർ ചെയ്യാണ്ട് ഒരു സൈക്കിൾ 2 സൈക്കിൾ എടുക്കണേ അത് ശരിയാക്കിയിട്ട് കൊണ്ടുവരുന്ന പേർക്ക് ഒരു 3-4 ദിവസം കണ്ണും ചെവിടും കൊടുക്കണം. ഒരു സാധനം പേടിക്കാൻ വേണ്ടി അമ്മ സൈക്കിൾ കൊണ്ടില്ല. എൻ്റെ സൈക്കിൾ അവർക്ക് ആർക്കും അച്ഛൻ്റെ അമ്മയുടെ ഒരു പ്രശ്നം കൂടെ അറിയണ്ട, ആർക്കും ഒന്നും അറിയണ്ട. ഞങ്ങളുടെ ചില സമയത്ത് ഞാൻ കരഞ്ഞു പോയി. അമ്മയുടെ അച്ഛൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കും. ചിലത് അവരോട് പറയും നീ നോക്കി അമ്മയുടെ അച്ഛൻ്റെ അവസ്ഥ നോക്കി. അച്ഛനും അമ്മ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ സ്ഥലത്ത് ഓടുമ്പോൾ ഓരോ കാര്യം. അത് ഞങ്ങൾക്കണ്ടാക്കി ജീവിക്കാനായിട്ട് കഷ്ടപ്പാടില്ല. 2:45 ചിലപ്പോ 2:45 12 മണിക്ക് ശേഷം എഴുന്നേൽക്കാൻ നമ്മൾ നേരത്തെ ദൈവം സഹായിച്ച് എഴുന്നേൽക്കേണ്ടി വരുന്നുണ്ട്.
പല ഉറക്കം കാര്യങ്ങളും പോലെ ഒരു ഉച്ചയ്ക്ക് ഒന്നും ഇല്ലാണ്ട് ഞാൻ ഭക്ഷണവും നേരത്തെ ഒന്നും കഴിക്കാണ്ട് ഞങ്ങൾ ഈ നട്ടോട്ടമുണ്ട്. ഇന്നലെ ഉച്ചത്തെ ഫുഡ് കഴിച്ചു, രാത്രി ഒന്നും കഴിക്കാണ്ടാണ് കിടന്നു തുടങ്ങിയത്. ഭക്ഷണവും കഴിക്കണം. ഞങ്ങൾ ഇനി എന്താ ചെയ്യുന്നത്? ഞങ്ങൾ മനുഷ്യന്മാരെ, ഞങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങൾ ഈ പറഞ്ഞു കേൾക്കുമ്പോൾ വിഷമവും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കേൾക്കും. എൻ്റെ അപ്പുറം കേൾക്കുമ്പോഴേ എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ പ്രശ്നവും കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ കുറേ കമന്റ് കാണും 3 മാസം ഇത് തെറ്റാണോ ശരിയാണെന്ന് എനിക്കറിയില്ല. ഒരാളോട് ആൾക്കാരോട് 3 മാസം കഴിഞ്ഞാൽ പ്രഗ്നൻസി പുറത്ത് പറയാൻ പാടും, അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് പറഞ്ഞാലും 10 മാസം കഴിഞ്ഞിട്ട് പറഞ്ഞാലും നമുക്കായിട്ട് ദൈവം വിധിച്ചില്ലെങ്കിൽ മാത്രം നമുക്ക് കിട്ടും. അല്ലാണ്ട് 3 മാസം മുന്നേ പറഞ്ഞുകൊണ്ട് അത് അബോഷനായി പോകുന്നില്ല. 3 മാസം കഴിഞ്ഞ ശേഷം പറഞ്ഞാലും അബോഷൻ ആവാണ്ടിരിക്കാൻ സാധ്യത. നമുക്ക് ഞാൻ കുഞ്ഞിനോടായാലും പോയാണ് നമുക്ക് തരാണ് ദൈവം, നമുക്ക് തരാനുണ്ടെങ്കിൽ നമുക്ക് തരും. അത് നല്ല ആരോഗ്യത്തിലുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും ഇല്ലാത്തൊരു ഉണ്ണിയിലാണ് നമുക്ക് ദൈവം തരാം. ജനിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആ ഉണ്ണിയുടെ ഒരു അവസ്ഥ നമ്മൾ കണ്ട് ദുഃഖിക്കുന്ന ഒരു അവസ്ഥ വരും. നല്ലൊരു ഉണ്ണി, ആരോഗ്യമുള്ള ആടായാലും പെണ്ണായാലും വെളുത്തിട്ടായാലും കട്ടതൊന്നും നമുക്ക് പ്രശ്നമില്ല. നല്ല ആരോഗ്യമുള്ള ഒരു ഉണ്ണിനെ തരാൻ വേണ്ടി പ്രാർത്ഥിക്കും. പൊന്നിനോട് കഴിഞ്ഞ് ഞാൻ പെരുന്നാളൊക്കെ സാധ്യത അത് വിഷമിക്കണ്ട. എന്ന് വെച്ചാൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞിട്ടാണ് ഒരു പ്രശ്നം നമ്മളത് സഹിക്കേണ്ടത്. കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു അവസ്ഥ വെച്ചിട്ട് നമ്മൾ സഹിക്കേണ്ടത്. അപ്പോൾ ഇത് കുഴപ്പമില്ല. 2 മാസം വിഷമവും ദുഃഖങ്ങളുണ്ടാവും. നമ്മൾ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളവരല്ലേ. ഏത് എങ്ങനെയൊക്കെ അനുഭവിക്കാം, അതൊക്കെ അപ്പുറം അനുഭവിച്ച് വന്നിട്ടുള്ള വ്യക്തി എനിക്ക് എൻ്റെ പോലെ ചിലപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ച ഒരാളുകൊണ്ടാണ്. വേദന കൊണ്ടായാലും സങ്കടം കൊണ്ടായാലും ദുഃഖം കൊണ്ടായാലും എല്ലാം 15 വയസ്സ് വരെ നല്ല തീർച്ചയായും 15 വയസ്സ് എൻ്റെ അച്ഛൻ്റെ കൂടെ എല്ലാ വർഷവും കാലം അന്നേൻ്റെ കൂടെ കാലം മോശമായിട്ടുള്ള അന്നേടെ എൻ്റെ കുഞ്ഞു പറഞ്ഞത് കല്യാണം കഴിഞ്ഞപ്പോൾ കുഞ്ഞു കുട്ടികളെ എന്തിനാണ് നോക്കിയത് കാര്യങ്ങളൊക്കെ. എന്നാൽ ആ ഒരു കുഞ്ഞു കുട്ടീനെ നോക്കുന്നതിൻ്റെ ഇടയിൽ പോലും നമ്മളൊരു മാറ്റാമത്തോടൊപ്പം കഴിക്കുന്നതിൻ്റെ, അതായത് സ്ത്രീധനം കൊണ്ട് അതിൻ്റെ പേരൊക്കെ അത്യാവശ്യം അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത്യാവശ്യം അപ്പം അത് അന്വേഷണമല്ല കേട്ടോ, കുറ്റപ്പെടുന്നത് അന്വേഷണമല്ല. അന്വേഷണ വീടുണ്ടായാലും നമ്മളതൊക്കെ അനുഭവിച്ചിട്ട് വന്നിട്ടുള്ള വ്യക്തി. അപ്പോൾ ചീത്ത പണി കുറേ വർഷം അങ്ങനെയായിരുന്നു. അതായത് ഞാൻ ഒറ്റയ്ക്കുള്ള ജീവിതം. ഞങ്ങളുടെ മക്കൾക്ക് ക്യാൻസർ, ഓരോ അസുഖങ്ങൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ജീവിതത്തിൽ മനസ്സമാധാനം. ആകെ സത്യം പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് റേഷനരി പയറുപ്പിരുന്ന കാലം, എൻ്റെ കുളിക്കുമ്പോൾ ഗർഭുണ്ടായിരിക്കുന്ന കാലം, കുളിക്കാൻ ഗർഭുണ്ടായിരിക്കുന്ന കാലമാണ് ഹാപ്പി ആയിരുന്നു. കുളിക്കുമ്പോൾ ഗർഭുണ്ടായിരിക്കുന്ന കാലം ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി വെച്ചാൽ നമുക്ക് എല്ലാം കൊണ്ടും നല്ല സമയമായിരുന്നു. പക്ഷെ കുളിക്കുമ്പോൾ ഗർഭുണ്ടായിരിക്കുമ്പോൾ നമ്മുടെ ഗർഭിണിയാണെന്നുള്ള സന്തോഷം, അന്നയുടെ കൂടെ ഉണ്ടെന്നുള്ള സന്തോഷം ആ ഒരു ഗർഭകാലഘട്ടം മാത്രമാണ് ഉണ്ട്. അന്നയുടെ എപ്പോഴും കൂടെ ഉണ്ടായിട്ടുള്ളൂ. ലോക്ക്ഡൗൺ ആയക്കാരും ഫുൾ ടൈം വീട്ടിലിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ക്യാഷിൻ്റെ സാമ്പത്തികമായിട്ട് ഭയങ്കര ഞെരുക്കായിരുന്നു. ഭയങ്കര ഞെരുക്കം വെച്ചാൽ പ്രസവ വേദന വന്ന് പോകുമ്പോൾ എന്ത് ചെയ്യും എന്ന് നമ്മൾ പതറുന്ന സമയങ്ങളായിരുന്നു. അങ്ങനെ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ള കാര്യം, കുളിക്കുമ്പോൾ ഇങ്ങനെ ഇത്ര തടി ഭംഗിയൊക്കെ വെച്ച് കുളിക്കുമ്പോൾ ഗർഭിണിക്കുമ്പോൾ അമ്മ എന്താ കഴിക്കും. അപ്പം ഞാൻ എന്നോട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തവരോട് ഞാൻ റേഷനരും ചെറുപയറുപ്പേരി മുതിരപ്പേരി ഞാനുണ്ടോ വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ മുതിരപ്പേരി വെച്ചിരുന്നു. ഞാൻ എന്താ വെച്ചാൽ വീട്ടിലതാ കഴിക്കണം, പിന്നെ അത് കഴിക്കും. മുതിരപ്പേരി കഴിച്ചാൽ മുതിരപ്പേരി, പരിപ്പ് കുത്തി കഴിച്ചാൽ പയറുപ്പേരി, കടലപ്പേരി. രാവിലെ എനിക്കൊരു ഉപ്പേരും ഒരു ഞങ്ങളാണ് എത്ര ആളെ അത്ര ഉണക്കമീൻ വറുത്ത് വയ്ക്കും, ചോറും രസം. അത് തന്നെയാണ് 3-4 കഴിച്ചിട്ട്. അണ്ടിപ്പരിപ്പ് കഴിച്ചിട്ടില്ല, ബദാം കഴിച്ചിട്ടില്ല, പിസ്ത കഴിച്ചിട്ടില്ല, ഫ്രൂട്ട്സ് കഴിച്ചിട്ടില്ല, ഈത്തപ്പഴം കഴിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. അതെനിക്ക് 4 പ്രഗ്നൻസിയിൽ ഞങ്ങൾക്ക് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്താ പറയുക, ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പറയാം. ഞാൻ ദുഷ്ടത്തെ അമ്മയാണെങ്കിൽ ദുഷ്ടത്തെ അമ്മ എന്ത് വേണം പറഞ്ഞാൽ അതൊക്കെ കേൾക്കത്തയ്യാറ്. ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ വിഷമിച്ച് പതറിപ്പോടെ നിന്നത് ഇങ്ങനെ പ്രതികരിക്കണമെന്നുള്ളൂ, വേറെ ഒന്നുമില്ല. എന്താ വെച്ചാൽ എൻ്റെ സാഹചര്യമാണ് പറഞ്ഞത്. നിങ്ങൾ ഈ പറഞ്ഞോക്കാരാ ആ അമ്മയുടെയും 2 ചെറിയ കുട്ടികളാണ്. നിങ്ങൾക്കറിയാം, ഞാൻ 2 ചെറിയ കുട്ടികളാണ്. നിങ്ങൾക്കറിയാം ഈ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ എനിക്ക് സമയം ഉണ്ടെങ്കിൽ വീഡിയോ ഉണ്ടാകാം. ഇതിന് എത്ര ദിവസം ഈ ചാനൽ വീഡിയോ ഇട്ട് നിങ്ങളൊന്ന് നോക്കൂ. ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ട് എത്ര ദിവസമായി നിങ്ങൾ നോക്കിയത്. അപ്പോൾ നിങ്ങൾക്കറിയാം എനിക്ക് സമയമില്ല. ഞാൻ ഓടോട് നടക്കുകയാണ്. നമുക്ക് ഈ ജൂണിൽ ആദ്യത്തെ ഞായറാഴ്ച നമ്മുടെ കടയുടെ ഓപ്പണിങ് നമ്മൾ മനസ്സിൽ വിചാരിക്കണം. പക്ഷേ പഠിക്കാൻ വേണ്ട ഒരു 100 പ്രാവശ്യം വിളിക്കുന്ന ഒരാൾ വരണമെങ്കിൽ ഒരു 100 പ്രാവശ്യം പറയണം. നമ്മൾ അത് കാശ് വെച്ചാൽ അതിന് കാശ് കൊടുത്തതിന് അതിന് കണക്കില്ല. അത് 100 പ്രാവശ്യം വിളിച്ച് ചോദിച്ചോളൂ. ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ അതിൻ്റെ ഇടയിൽ സെപ്റ്റി ടാങ്കിൻ്റെ പ്രശ്നങ്ങൾ വന്നാൽ അത് വേറൊരു 8,000 അതിനുണ്ട് ചിലങ്ങനെയാണ്. ഞങ്ങളിൽ 10 രൂപ ഇരിക്കില്ല. ഞങ്ങളെ സ്ഥലം കുളിക്കും. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഞങ്ങൾ ഇരിക്കുന്നത്. അതില്ലെങ്കിൽ സത്യമായിട്ടോട്ടെ ഞാൻ തലവേദന മാറാത്ത സമയമായി. അതാണ് തലവേദന ഉണ്ട്, നല്ല തലവേദന. എന്നും ഈ പറഞ്ഞ ഒരു ചുക്കം ഇതൊക്കെ ആകുമ്പോഴേ
എന്തെങ്കിലും ഒരു കാലം ഉണ്ടാവും. നല്ല കാലം എന്ന് പറയുന്നില്ല, കാലം വരും. ഇഷ്ടംപോലെ കളിക്കുന്നത് എന്തെങ്കിലും ഒരു കാലം വരും. ചേച്ചി ഈ സമയം കടന്നു, ഇവിടെ എല്ലാ സമയം ഇങ്ങനെ കടന്നു പോയോണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്കായിട്ടൊരു നല്ല സമയം ദൈവം തരുന്നത് മാത്രമേ കാണാൻ. സമയങ്ങളൊക്കെ ഇങ്ങനെ കടന്നു തിരിഞ്ഞു മറിഞ്ഞൊക്കെ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഇനിയിപ്പോ ഇവരെ സ്നേഹിച്ച് കേട്ടിട്ട് ചില കുറച്ച് കഴിഞ്ഞാൽ ഇവരും ഞങ്ങളെ ചീത്ത പറയും. ഈ രണ്ട് ചേട്ടങ്ങളല്ല നല്ലോണം ചീത്ത ഞങ്ങൾ. അപ്പൊ ഞങ്ങൾ എന്ത് വ്യക്തിയും അതൊക്കെ ഇവർ ചീത്ത പറയുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം തോന്നുന്നുണ്ടാന്ന് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലാവട്ടെ. ഇനി എന്താണ് നിങ്ങൾപ്പ ഞങ്ങളെ സ്നേഹിക്കണോട് ഞങ്ങൾ ഒരു കാര്യം, ഞങ്ങൾ ജൂൺ ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങൾ കട ഓപ്പണിങ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ ഞങ്ങളെ വരണം, സപ്പോർട്ട് ചെയ്യണം, അനുഗ്രഹിക്കണം. സാരി ഓൺലൈനായിട്ട് ഫോട്ടോസ് ഇടണം. ആ ഫോട്ടോസ് പായ മേടിക്കണം, അതും പറ്റിയിട്ടില്ല, അത് മേടിക്കണം. അന്ന് അച്ഛ കുറച്ച് ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ എടുത്ത് തരും, ഫോട്ടോസുകളാണ്. അപ്പം അങ്ങനെ വീഡിയോ ഒക്കെ ഇടാം. വിശത്ത് നാളിൻ്റെ ചക്കതിനെ ഇരിക്കണം മാത്രമാവാം. മോയല് വേർത്തൊട്ടിക്കണ് വൃത്തിയായിട്ടാ ഈ ആഴ്ച വിഷമിട്ടത് 10 തിരിച്ച് നല്ല ഇരട്ടി മാതിരാ ഇനി കൊടുക്കുന്നുണ്ട്. ആ വളർത്തുന്നത് ഇതാക്കാൻ നോക്കാം. ആ സിനിമ ഉണ്ടോ അമ്മ വീഡിയോ എടുക്കുന്നതിന്? ഏത് സിനിമ ഉണ്ട് പറഞ്ഞത്? പറഞ്ഞ പേരറിയില്ല. അവൻ മാത്രം കണ്ടിട്ടുണ്ട്. അപ്പൊ അവൻ കാണുന്ന TV-ല്. അപ്പൊ പോയാലാ വീണ്ടും വരും. അല്ലാതെ സപ്പോർട്ട് വീണ്ടും വേണം. അപ്പൊ കൃപ നമ്മുടെ ഇൻസ്റ്റേജ് കൃപയാണ്. അതിന് വീണ്ടും ലൈക്ക് ഫോളോസ് ആയിട്ട് എന്തായാലും കൃപ അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പം നമ്മുടെ അപ്ഡേഷനൊക്കെ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടും